നമസ്കാരം. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച വിദേശ സംഭാവന നിയന്ത്രണ നിയമം അഥവാ FCRAയിലെ പുതിയ ചട്ടഭേദഗതികൾക്കെതിരെ രാജ്യത്തും സംസ്ഥാനത്തും രാഷ്ട്രീയ, സാമൂഹിക, മതസംഘടനകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചുള്ള നീക്കമെന്നാണ് പൊതുവെയുള്ള വിമർശനം. എന്നാൽ ഈ ഭേദഗതികൾ ആരെയും ലക്ഷ്യം വെച്ചതുള്ളതല്ലെന്നും സന്നദ്ധ സംഘടനകളുടെ സുതാര്യത ഉറപ്പാക്കാൻ വേണ്ടിയുള്ളതാണെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. വിദേശത്ത് നിന്നും രാജ്യത്തെ സംഘടനകളും മറ്റും സ്വീകരിക്കുന്ന സംഭാവനകൾക്ക് നിയന്ത്രണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അടിയന്തരാവസ്ഥ കാലത്ത്, കൃത്യമായി പറഞ്ഞാൽ 1976 ഇങ്ങനെയൊരു നിയമം ആദ്യമായി പ്രാബല്യത്തിൽ വരുന്നത്. സംഘടനകളെയോ ഇതര ഗ്രൂപ്പുകളെയോ പണം നൽകി സ്വാധീനിക്കുക വഴി രാജ്യ താൽപ്പര്യങ്ങളിൽ വിദേശ ശക്തികൾക്ക് കടന്നു കയറാനുള്ള അവസരം ഇല്ലാതാക്കുക എന്നതായിരുന്നു നിയമത്തിന്റെ ലക്ഷ്യം. NGOകൾ വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്നതും ഉപയോഗിക്കുന്നതും നിയന്ത്രിക്കുന്നതാണ് ഈ നിയമം. വിദേശത്ത് നിന്ന് എത്തുന്ന പണം ദേശീയ താൽപ്പര്യത്തെയോ പൊതുക്രമത്തെയോ ദേശീയ സുരക്ഷയോ പ്രതികൂലമായി ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതാണ് നിയമം. 2016, 2018, 2020 വർഷങ്ങളിൽ 3 തവണ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. പ്രതിവർഷം ഏകദേശം 22,000 കോടി രൂപ ലഭിക്കുന്ന ഏകദേശം 16,000-ഓളം അസോസിയേഷനുകൾ ഈ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. നിയമം ലംഘിക്കുന്ന സംഘടനകളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള അനുമതികൾ റദ്ദാക്കാനും അവരുടെ വിദേശ ഫണ്ട് മരവിപ്പിക്കാനും സർക്കാരിന് അധികാരമുണ്ട്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും പുതിയ ഭേദഗതി അനുസരിച്ച് ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ NGOകളുടെ ആസ്തികൾ സർക്കാർ ഏറ്റെടുക്കുകയും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും. അന്വേഷണത്തിന്റെ ഭാഗമായി നടപടിക്രമങ്ങൾ കർശനമാക്കാനും സാധ്യത കൂടുതലാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് FCRA ലൈസൻസ് നൽകുന്നത്. പുതിയ ഗസറ്റ് വിജ്ഞാപന പ്രകാരം വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകൾ തങ്ങളുടെ പ്രവർത്തന ലക്ഷ്യവും ഫണ്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും വ്യക്തമാക്കണം. വിശാലമായ പ്രവർത്തന മേഖലയ്ക്ക് പകരം സർക്കാർ നിശ്ചയിച്ച 105 ഇന പട്ടികയിൽ നിന്ന് കൃത്യമായി പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കണം. ഇവ FCRA ലൈസൻസിൽ പ്രത്യേകം രേഖപ്പെടുത്തും. പ്രവർത്തന മേഖല മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെങ്കിൽ രജിസ്ട്രേഷനിൽ മാറ്റം വരുത്താൻ 300 രൂപ അധികമായി അടയ്ക്കണം. കൂടാതെ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപയെങ്കിലും വിദേശ സംഭാവനകളിൽ നിന്ന് നിശ്ചിത ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചിട്ടുണ്ടെന്ന് NGOകൾ തെളിയിക്കണം. 2026 മുൻപ് രജിസ്റ്റർ ചെയ്ത സംഘടനകൾക്ക് ഇവ വ്യക്തമാക്കാൻ 1 വർഷത്തെ സമയം അനുവദിക്കും. ചട്ടത്തിൽ റിലീജിയസ് കൺവേർഷൻ എന്നതിന് പകരം റിലീജിയസ് പ്രോസിലിറ്റൈസേഷൻ എന്ന കടുത്ത പദമാണ് ഉപയോഗിക്കുന്നത്. അതായത് മതമോ വിശ്വാസമോ മാറ്റാനുള്ള ശ്രമം എന്നതാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഭേദഗതിയുടെ മറവിൽ ഏത് സാധാരണ മത, സാംസ്കാരിക, സാമൂഹ്യ പരിപാടികളെയും മതപരിവർത്തന നീക്കമായി വ്യാഖ്യാനിച്ച് കള്ളക്കേസുകൾ എടുക്കാനും വിദേശ ഫണ്ടുകൾ തടയാനും സാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. വിദേശ ഫണ്ട് വാങ്ങുന്ന സംഘടനകൾക്ക് അനുവദനീയമായ 105 പ്രവർത്തികളുടെ പട്ടികയിലാണ് സർക്കാരിന് താല്പര്യമില്ലാത്ത സംഘടനകൾക്കെതിരെ ദുരുപയോഗം ചെയ്തേക്കാവുന്ന വ്യവസ്ഥകളുള്ളത്. ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കെതിരെ നടപടിയെടുക്കാൻ പുതിയ ചട്ടം സർക്കാരിനെ തുണയ്ക്കും. വിദേശ ഫണ്ട് വാങ്ങുന്നവർക്ക് മതവിദ്യാഭ്യാസം, ഭക്തി പ്രഭാഷണങ്ങൾ, ധ്യാനം തുടങ്ങിയവ അനുവദിക്കുമ്പോൾ തന്നെ അവ മതപരിവർത്തനത്തിനുള്ള ശ്രമമാകരുതെന്ന് പുതിയ ചട്ടഭേദഗതിയിൽ പറയുന്നു. പുതിയ ചട്ടപ്രകാരം മതമാറ്റം ഒഴികെ ഈ പറയുന്ന 5 പ്രധാന മേഖലകളിലായി 105 കാര്യങ്ങൾക്ക് മാത്രമാണ് വിദേശ ഫണ്ട് ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. അതിലൊന്നാമതായി മതപരമായ പ്രവർത്തനങ്ങൾ. ഇതിൽ 16 വിഭാഗങ്ങൾ ഉൾപ്പെടും. ആരാധനാലയങ്ങൾ, മോസ്കുകൾ, പള്ളികൾ എന്നിവയുടെ നിർമ്മാണം, വിശുദ്ധ ലിഖിതങ്ങളുടെ അച്ചടിയും പരിഭാഷയും, മതചരിത്ര പഠനം, തീർത്ഥാടന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ധർമ്മശാലകളും അന്നദാനവും, മതവിദ്യാഭ്യാസവും ധ്യാനങ്ങളും, ഭക്തി സംഗീത പ്രചാരണം, ആദിവാസി വിശ്വാസങ്ങളുടെ സംരക്ഷണം, പൈതൃക സ്മാരക സംരക്ഷണം, മതസൗഹാർദ്ദ ചർച്ചകൾ, ലഹരി വിമുക്ത കൗൺസിലിംഗ്, പരമ്പരാഗത പ്രതിമ നിർമ്മാണം, മൃതദേഹ സംസ്കാര സ്ഥലങ്ങളുടെ വികസനം എന്നിവയാണവ. രണ്ടാമതായി സാംസ്കാരിക പ്രവർത്തനങ്ങൾ. ഇതിൽ 18 എണ്ണമാണ് ഉൾപ്പെടുന്നത്. പുരാവസ്തു പരിവേഷണം, മ്യൂസിയം, ലൈബ്രറികളുടെ പരിപാലനം, നാടൻ കലകളുടെയും ശാസ്ത്രീയ കലകളുടെയും സംരക്ഷണം, സമകാലിക സിനിമ ഡിസൈൻ പ്രോത്സാഹനം, കരകൗശല തൊഴിലാളികളുടെ ശേഷി വികസനം, താളിയോല ഗ്രന്ഥങ്ങളുടെ സംരക്ഷണം, പ്രാദേശിക ഭാഷാ വിവർത്തനങ്ങൾ, പുസ്തകമേളകൾ, ഗോത്രവർഗ പൈതൃക സംരക്ഷണം, പൈതൃക വിനോദസഞ്ചാരം, പരമ്പരാഗത വിജ്ഞാനങ്ങളായ ആയുർവേദം, ജ്യോതിശാസ്ത്രം, ഗണിതം എന്നിവയുടെ രേഖപ്പെടുത്തലും ഇതിൽ ഉൾപ്പെടും. മൂന്നാമതായി സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഇതിൽ 19 എണ്ണം ഉൾപ്പെടും. കാർഷിക വികസനം, ജൈവ കൃഷി, ക്ഷീരകൃഷി, മൃഗസംരക്ഷണം, സ്വയം സഹായ സംഘങ്ങളുടെയും മൈക്രോ ഫിനാൻസിന്റെയും നടത്തിപ്പ്, തൊഴിലധിഷ്ഠിത പരിശീലനങ്ങൾ, ഗ്രാമീണ കുടിൽ വ്യവസായങ്ങൾ, വനിതാ സംരംഭകത്വം, യുവാക്കൾക്കുള്ള ഡിജിറ്റൽ നൈപുണ്യ പരിശീലനങ്ങൾ, ശീതീകരണ സംഭരണശാലകൾ, സുസ്ഥിര വിനോദസഞ്ചാരം, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം, കാർബൺ രഹിത സമ്പദ് വ്യവസ്ഥ, ഭക്ഷ്യ സംരക്ഷണ യൂണിറ്റുകൾ, ഡിജിറ്റൽ സാമ്പത്തിക സാക്ഷരത, സോളാർ ബയോഗ്യാസ് ഊർജ്ജ സംരംഭങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അടുത്തതായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ്. ഇതിൽ 22 എണ്ണമാണുള്ളത്. സ്കൂൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, ലൈബ്രറികൾ എന്നിവയുടെ നടത്തിപ്പ്, പിന്നോക്ക പെൺകുട്ടികൾ, ഗോത്ര വിഭാഗങ്ങളിലെ കുട്ടികൾ എന്നിവർക്കുള്ള സ്കോളർഷിപ്പുകളും വിദ്യാഭ്യാസ പദ്ധതിയും. അതായത് ഇതിൽ സാക്ഷരതാ യജ്ഞം, ഭിന്നശേഷി വിദ്യാഭ്യാസം, അധ്യാപക പരിശീലനം, സാങ്കേതിക സ്ഥാപനങ്ങൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ
STM വിദ്യാഭ്യാസം, കായിക അക്കാദമികൾ, കരിയർ കൗൺസിലിംഗ്, ഭരണഘടനാ അവബോധം, ദുരന്ത നിവാരണ വിദ്യാഭ്യാസം എന്നിവയും ഇതിൽ ഉൾപ്പെടും. 30 എണ്ണം അടങ്ങിയ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ പറയുന്നവയാണ്: ആശുപത്രികൾ, മൊബൈൽ ക്ലിനിക്കുകൾ, കുത്തിവയ്പ്പ് ക്യാമ്പുകൾ, മാതൃശിശു ആരോഗ്യം, ഉച്ചഭക്ഷണ പദ്ധതികൾ, കുടിവെള്ള വിതരണം, ശുചിത്വ ആർത്തവ ആരോഗ്യ പരിപാടികൾ, അനാഥാലയങ്ങൾ, വൃദ്ധസദനങ്ങൾ, ഭിന്നശേഷി പുനരധിവാസം, മാനസികാരോഗ്യ കൗൺസിലിംഗ്, വനിതാ സുരക്ഷ, നിയമസഹായ ക്ലിനിക്കുകൾ, മനുഷ്യക്കടത്ത് വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഭവനരഹിതർക്കുള്ള അഭയകേന്ദ്രങ്ങൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, ഗ്രാമീണ റോഡുകൾ, പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ സംസ്കരണം, റോഡ് സുരക്ഷ, കമ്മ്യൂണിറ്റി റേഡിയോ, ജയിൽ മോചിതരുടെ പുനരധിവാസം, പാലിയേറ്റീവ് കെയർ, ബ്ലഡ് ഐ ബാങ്കുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. വിദേശത്ത് നിന്ന് എത്തുന്ന പണത്തിന്റെ വിനിയോഗത്തിൽ കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കാനാണ് ഈ നീക്കമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. പണത്തിന്റെ ഉറവിടവും അതെന്തിനാണ് ഉപയോഗിച്ചതെന്ന് കൃത്യമായി പിന്തുടർന്ന് കണ്ടെത്താനും പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. മതപരിവർത്തനം മാത്രമല്ല, രാഷ്ട്രീയ ആവിഷ്കാരങ്ങൾ, മാധ്യമപ്രവർത്തനം, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയ്ക്ക് കൂടി കർശന നിയന്ത്രണവും നടപടികളും FCRA ചട്ട ഭേദഗതിയിലുണ്ട്. പുതിയ ഗസറ്റ് വിജ്ഞാപനത്തിലെ നിയന്ത്രണങ്ങളിൽ ചിലത് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന ആക്ഷേപം ക്രൈസ്തവ സംഘടനകൾ ഉയർത്തിക്കഴിഞ്ഞു. സമൂഹമാധ്യമ അക്കൗണ്ടുകളുടെ വെളിപ്പെടുത്തൽ, വാർത്തകൾ അല്ലെങ്കിൽ സമകാലിക സംഭവങ്ങളിലെ ഉള്ളടക്കം നിർമ്മിക്കുന്നതിനോ പ്രക്ഷേപണം ചെയ്യുന്നതിനോ പ്രസിദ്ധീകരിക്കുന്നതിനോ ഉള്ള വിലക്ക്, വർദ്ധിച്ച പിഴത്തുകകൾ തുടങ്ങിയവയാണ് പുതിയ ഭേദഗതിയിലെ ശ്രദ്ധേയമായ മാറ്റങ്ങൾ. ഭാഗികമായെങ്കിലും വിദേശ സംഭാവന ലഭിച്ച എല്ലാ സന്നദ്ധ സംഘടനകളുടെയും അസോസിയേഷനുകളുടെയും രാഷ്ട്രീയ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട്. FCRA രജിസ്ട്രേഷനോ നിലവിലുള്ളത് പുതുക്കാനോ ശ്രമിക്കുന്ന NGOകൾ അവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളുടെയും വെബ്സൈറ്റുകളുടെയും വിശദാംശങ്ങൾ അപേക്ഷയിൽ വെളിപ്പെടുത്തണം. അസോസിയേഷനോ അതിൻ്റെ പ്രധാന പ്രവർത്തകരോ ആ വർഷത്തിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ, മാസികകൾ അല്ലെങ്കിൽ പത്രലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നും അറിയിക്കണമെന്നും ചട്ടത്തിലുണ്ട്. അനുവദിച്ച പ്രവർത്തനങ്ങൾക്കല്ലാതെ FCRA ഫണ്ട് ഉപയോഗിച്ചാൽ കുറഞ്ഞത് 1 ലക്ഷം രൂപയായിരിക്കും പിഴ. ദുരുപയോഗിക്കപ്പെട്ട തുക 1 ലക്ഷത്തിന് മുകളിലെങ്കിൽ 30% വരെ പിഴയായി ഈടാക്കാം. ഭരണപരമായ ചെലവുകൾ പരിധി വിട്ടാലും ലഭിച്ച തുക ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിച്ചാലും മിനിമം 1 ലക്ഷം രൂപ പിഴ നൽകേണ്ടി വരും. ഇന്ത്യൻ വംശജരല്ലാത്ത വിദേശ പൗരർ ഭരണസമിതിയിലുള്ള സംഘടനകൾക്ക് സാധാരണ സാഹചര്യങ്ങളിൽ FCRA രജിസ്ട്രേഷൻ നൽകില്ല. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന് ഇളവ് നൽകാം. FCRA രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിൽ കുറഞ്ഞത് 10 ലക്ഷം രൂപ വിദേശ സഹായം ചെലവഴിച്ചിരിക്കണം. പ്രവർത്തനരഹിതമായ സ്ഥാപനങ്ങൾ FCRA ലൈസൻസ് കൈവശം വെക്കുന്നില്ലെന്ന് ഉറപ്പാക്കാനാണിത്. ഒറ്റത്തവണ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള മുൻകൂർ അനുമതി നൽകുന്നതിനും ഉപാധികൾ കടുപ്പിച്ചു. ആദ്യ ഗഡു സംഭാവനയുടെ 75% ഉപയോഗിച്ചുവെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ മാത്രമേ തുടർ ഗഡുകൾ നൽകൂ. ആദ്യം സർക്കാരിനെ അറിയിച്ച പ്രവർത്തന മേഖലയിലോ തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങളിലോ പിന്നീട് മാറ്റമുണ്ടായാൽ പ്രത്യേക അപേക്ഷ നൽകണം. ഇതിന് അംഗീകാരം നൽകിക്കൊണ്ട് ഗവേണിംഗ് ബോർഡിന്റെ പ്രമേയവും അപേക്ഷയ്ക്കൊപ്പം നൽകണം. സർക്കാരിന് അപേക്ഷ തള്ളാനും അധികാരമുണ്ടാകും. മതപഠനം, പാരമ്പര്യങ്ങളുടെ സംരക്ഷണം, ആരാധനാലയങ്ങളുടെ പരിപാലനം തുടങ്ങിയ അടിസ്ഥാന വിശ്വാസ അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നിലവിൽ ചട്ടങ്ങൾ അനുമതി നൽകുന്നുണ്ടെങ്കിലും ചില പ്രത്യേക മേഖലകളിൽ മതപരിവർത്തന ശ്രമങ്ങൾ പാടില്ലെന്ന നിബന്ധന പുതുതായി ഉൾപ്പെടുത്തി. മതപരമായ പ്രബോധനങ്ങൾ നടത്തുന്നവർ, വിശ്വാസ പാരമ്പര്യങ്ങൾ രേഖപ്പെടുത്തുന്നവർ, തദ്ദേശീയ ഗോത്രവർഗ വിശ്വാസ സമ്പ്രദായങ്ങളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് ഈ പുതിയ നിബന്ധന കർശനമായി ബാധകമാകും. ഇത്തരം പ്രവർത്തനങ്ങളുടെ മറവിൽ യാതൊരുവിധ മതപരിവർത്തന ശ്രമങ്ങളും നടക്കാൻ പാടില്ലെന്നാണ് ഉത്തരവിൽ പറയുന്നത്. വിദേശ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനാണ് ഈ പുതിയ വ്യവസ്ഥയെന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. നിയമം ലംഘിക്കുന്ന സംഘടനകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. FCRA നിയമങ്ങളിൽ കഴിഞ്ഞ 1 പതിറ്റാണ്ടിനിടെ കേന്ദ്ര സർക്കാർ വരുത്തിയത് വലിയ അഴിച്ചുപണികളാണ്. നിലവിലെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് വഴി തുറന്നത് 2015 തുടങ്ങിയ നിയമപരിഷ്കാരങ്ങളാണ്. അക്കാലത്താണ് ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻ പുതുക്കലും കർശന പരിശോധനകളും സർക്കാർ നിർബന്ധമാക്കിയത്. ഇതോടെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സംഘടനകളുടെ ലൈസൻസുകൾ വലിയ തോതിൽ റദ്ദാക്കപ്പെടാനും കാലാവധി പുതുക്കി നൽകാതിരിക്കാനും തുടങ്ങി. 2020 കൊണ്ടുവന്ന ഭേദഗതിയോടെ നിയന്ത്രണങ്ങളുടെ പിടി വീണ്ടും മുറുകി. ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ട് മറ്റ് NGOകൾക്ക് കൈമാറുന്നത് ഈ ഭേദഗതിയിലൂടെ പൂർണ്ണമായി നിരോധിച്ചു. കൂടാതെ ഫണ്ടിന്റെ ഭൂരിഭാഗവും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് തന്നെ വിനിയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ ഭരണപരമായ ആവശ്യങ്ങൾക്കായുള്ള ചിലവുകളുടെ പരിധി 50% നിന്ന് 20% വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ഈ നടപടികൾ സംഘടനകളുടെ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കുമെന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ സാമ്പത്തിക സ്രോതസ്സുകൾ പരിമിതമായ ചെറിയ സംഘടനകളുടെ പ്രവർത്തനം ഇതോടെ പ്രതിസന്ധിയിലായെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇതുവരെ 22,000-ലധികം FCRA രജിസ്ട്രേഷനുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. 15,000-ലേറെ എണ്ണത്തിന്റെ കാലാവധി അവസാനിക്കുകയും ചെയ്തു. നിലവിൽ 14,460ഓളം രജിസ്ട്രേഷനുകൾ മാത്രമാണ് സജീവമായിട്ടുള്ളത്. നിയമം കൃത്യമായി നടപ്പിലാക്കുന്നതിന്റെ തെളിവാണിതെന്നാണ് അനുകൂലിക്കുന്നവരുടെ പക്ഷം. എന്നാൽ സാമൂഹ്യ സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതിന്റെ സൂചനയാണിതെന്ന് വിമർശകരും ചൂണ്ടിക്കാണിക്കുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ ഭരണകൂടത്തിന് ചില ഘട്ടങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സംഘടനകൾ സുപ്രധാനമായ പങ്ക് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ വഹിക്കുന്നത്.
പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ എൻജിഒകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പൂർണ്ണമായി കേന്ദ്രത്തിന്റെ നിരീക്ഷണത്തിലാകും. അംഗീകാരമില്ലാത്ത ആവശ്യങ്ങൾക്കായി വിദേശ ഫണ്ട് വിനിയോഗിച്ചാൽ കടുത്ത പിഴയാകും ഇനി ഈടാക്കുക. മുൻപ് ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഫീസ് മാത്രം ഒടുക്കിയാൽ മതിയായിരുന്ന സ്ഥാനത്ത് ഇനി മുതൽ ഓരോ പ്രവർത്തന മേഖലയ്ക്കും ഓരോ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്കും വെവ്വേറെ ഫീസും അടയ്ക്കണം. ഇത് എൻജിഒകളുടെ സാമ്പത്തിക ബാധ്യതയും പേപ്പർ വർക്കുകളും കുത്തനെ കൂട്ടും. ജൂലൈ 3-ാം വാരം ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ FCRA ഭേദഗതി ബിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്തു നിന്നും സിവിൽ സൊസൈറ്റി സംഘടനകളിൽ നിന്നും കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. ഒരു സംഘടനയുടെ ലൈസൻസ് റദ്ദാക്കപ്പെട്ടാൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആസ്തികളും സർക്കാർ നിയന്ത്രണത്തിലുള്ള അതോറിറ്റിക്ക് ഏറ്റെടുക്കാൻ അധികാരം നൽകുന്നതാണ് ബില്ലിലെ ഏറ്റവും വിവാദപരമായ വ്യവസ്ഥ. ലൈസൻസ് പുതുക്കുന്നതിലെ കാലതാമസമോ മറ്റ് സാങ്കേതിക തടസ്സങ്ങളോ ഉണ്ടായാൽ പോലും സംഘടനകൾക്ക് കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന തങ്ങളുടെ ആസ്തികൾ നഷ്ടപ്പെടാൻ ഇതിടയാക്കുമെന്ന ആശങ്ക ശക്തമാണ്. വിദേശത്ത് നിന്ന് ലഭിക്കുന്ന പണം ചെലവഴിക്കുന്നതിന് കർശന സമയപരിധി നിശ്ചയിക്കുന്നതും ആസ്തികൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക സർക്കാരിൻ്റെ സഞ്ചിത നിധിയിലേക്ക് മാറ്റണമെന്നതുമാണ് ബില്ലിലെ മറ്റു നിർദ്ദേശങ്ങൾ. ഓരോ മതവിഭാഗത്തിനും സ്വന്തമായി ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും ഭരിക്കാനും അവകാശം നൽകുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 25, 26 എന്നിവയ്ക്ക് മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണ് സർക്കാരിന്റെ ഈ നീക്കമെന്ന് പ്രതിപക്ഷവും ആരോപിക്കുന്നു. ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സ്വത്തവകാശം ഉറപ്പു നൽകുന്ന ആർട്ടിക്കിൾ 300A വിരുദ്ധമാണെന്ന് നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ പാർലമെന്റിൽ ബില്ലിനെ ചൊല്ലി വൻ രാഷ്ട്രീയ പോര് നടക്കുമെന്ന കാര്യം ഉറപ്പാണ്.